Hi dear students, let's talk history. നമ്മൾ ക്യാപിറ്റലിസം ആൻഡ് കൊളോണിയലിസത്തിൻ്റെ പേപ്പർ ഡിസ്കസ് ചെയ്യുകയാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് എന്ന് പറഞ്ഞു ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ അല്ലേ. ഇൻഡസ്ട്രിയൽ റെവല്യൂഷനിൽ നിന്ന് പല തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. പല തരത്തിൽ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട് പ്രീവിയസ് ഇയറിൽ. ഈ വർഷവും നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഇൻഡസ്ട്രിയൽ റെവല്യൂഷനെ തന്നെ പലതരത്തിൽ ഷോർട്ട് ആൻസറിലും അതുപോലെ തന്നെ എസ് എ ക്വസ്റ്റ്യനിലും ഒക്കെ പ്രതീക്ഷിക്കും. അപ്പോൾ എന്താണ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, അതിൻ്റെ ഇന്നോവേഷൻസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പാർട്ടായിട്ട് പഠിക്കാൻ പോകും. ഇന്ന് നമ്മൾ എന്താണ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, അതുപോലെ തന്നെ ബ്രിട്ടനിൽ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള റീസൺസ് എന്താണ്, അതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പം ബ്രിട്ടൻ ഇൻഡസ്ട്രിയൽ റെവല്യൂഷനിൽ എന്ത് പങ്കാണുള്ളത് എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ പഠിക്കാനുള്ളത്, അല്ലെങ്കിൽ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ എല്ലാ ദിവസവും പറയുന്നത് പോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നെക്സ്റ്റ് വരുന്ന ടോപ്പിക്കുകൾ കൃത്യമായിട്ട് ഓൺ ടൈമിൽ ലഭിക്കുകയുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് ഒട്ടും ടൈം കളയാതെ ക്ലാസ്സിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത് എന്താണ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എന്നാണ്. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എന്താണെന്ന് ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ വന്നിട്ടുണ്ട് എങ്കിൽ ഇങ്ങനെയാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എന്താണ്? ദ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ റെഫേഴ്സ് ടു ദ ഗ്രേറ്റ്ലി ഇൻക്രീസ്ഡ് ഔട്ട്പുട്ട് ഓഫ് ദ മെഷീൻസ് മെയ്ഡ് ഗുഡ്സ് ദാറ്റ് ബിഗാൻ ഇൻ ഇംഗ്ലണ്ട് ഇൻ ദ 70s. എന്താണ്? 1700-കളിൽ വ്യാവസായിക വിപ്ലവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? 1700-കളിൽ ഇംഗ്ലണ്ടിൽ ആരംഭിച്ചതാണ്. അതായത് ബ്രിട്ടനിലാണ് ആരംഭിച്ചത്, ഇംഗ്ലണ്ടിലാണ് ആരംഭിക്കുന്നത്. എങ്ങനെയാണ് ആരംഭിച്ചത്? യന്ത്രനിർമ്മിത വസ്തുക്കൾ അല്ലെങ്കിൽ മെഷീൻ മെയ്ഡ് ഗുഡ്സിന്റെ ഉൽപാദനം അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്തുകൊണ്ടാണ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ആരംഭിക്കുന്നതെന്ന് പറയുന്നത്. അപ്പം മെഷീൻസ് വെയർ ഇൻവെന്റഡ് വിച്ച് റീപ്ലേസ്ഡ് ഹ്യൂമൻ ലേബർ. എന്താണ് ഹ്യൂമൻ ലേബറിന് അല്ലെങ്കിൽ മനുഷ്യ അധ്വാനത്തിന് അല്ലെങ്കിൽ മനുഷ്യന് പകരമായിട്ട് എന്താണ് മെഷീൻസിനെ ഇംപ്ലിമെന്റ് ചെയ്തു അല്ലെങ്കിൽ ഇൻവെന്റ് ചെയ്തു, കണ്ടുപിടിച്ചു എന്നാണ് പറയുന്നത്. മനുഷ്യ അധ്വാനത്തിന് പകരമായിട്ട് യന്ത്രങ്ങൾ കണ്ടുപിടിച്ചു. മലയാളത്തിൽ എക്സാം എഴുതുന്നവർക്ക് കൂടി ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇത്രയും മലയാളവൽക്കരിച്ച് ഞാൻ പറയുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ്, ന്യൂ എനർജി സോഴ്സസ് വെയർ ഡെവലപ്ഡ് ടു പവർ ദ ന്യൂ മെഷീനറി. അതായത് എന്താണ് പറയുന്നത്? പുതിയ യന്ത്രങ്ങൾ അല്ലെങ്കിൽ പുതിയ എനർജി സോഴ്സുകൾ എന്ത് ചെയ്തു? ഡെവലപ്പ് ചെയ്തെടുത്തു. ഈ വാട്ടർ കൊടുത്തിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ പറയുന്നത്. എനർജി സോഴ്സുകൾ ഡെവലപ്പ് ചെയ്തെടുത്തു. എന്താണ്? മെഷീൻസിന് വേണ്ടിയിട്ട് പുതിയ എനർജി സോഴ്സുകൾ ഡെവലപ്പ് ചെയ്തെടുത്തു. അങ്ങനെ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ള എനർജി സോഴ്സുകൾ ഏതൊക്കെയാണ്? വാട്ടർ, സ്റ്റീം, ഇലക്ട്രിസിറ്റി, ഓയിലിൽ ഗ്യാസ് ഉണ്ട്, കെറോസിൻ ഉണ്ട്. ഓക്കെ, ഇതൊക്കെ എന്ത് ചെയ്തു? പുതിയ എനർജി സോഴ്സുകളായിട്ട് ഡെവലപ്പ് ചെയ്തെടുത്തു, ന്യൂ മെഷീൻസിന് വേണ്ടിയിട്ട് എനർജി സോഴ്സുകൾ. ഓക്കെ, അപ്പം ഏതൊക്കെയാണ് പുതിയ യന്ത്രങ്ങളുടെ യന്ത്രങ്ങളിൽ ഉപയോഗിക്കാനുള്ള എനർജി ആയിട്ട് എന്തൊക്കെ ഡെവലപ്പ് ചെയ്തെടുത്തു? വാട്ടർ, ജലം, നീരാവി. ഇതിൻ്റെയൊക്കെ മലയാളം വേർഡ്സ് പറയാൻ ഭയങ്കര പാടാണ്. ജലം, നീരാവി, അതുപോലെ തന്നെ സ്റ്റീം എന്ന് ഉദ്ദേശിക്കുന്ന നീരാവിയാണ് കേട്ടോ. ഇലക്ട്രിസിറ്റി, വൈദ്യുതി, എണ്ണയിൽ തന്നെ ഗ്യാസ് ഉണ്ട്, ദെൻ കെറോസിൻ ഉണ്ട്. ഓക്കെ, ഇൻക്രീസ്ഡ് യൂസ് ഓഫ് മെറ്റൽസ് ആൻഡ് മിനറൽസ്. എന്താണ്? മെറ്റൽസിൻ്റെയും മിനറൽസിൻ്റെയും ഒക്കെ എന്താണ് ഉപയോഗം കൂടി എന്നാണ് പറയുന്നത്. ലോഹങ്ങളുടെയും ധാതുക്കളുടെയും ഒക്കെ ഉപയോഗം വർദ്ധിച്ചു. അതിൽ ഏതൊക്കെ ലോഹങ്ങളും ധാതുക്കളുമാണ്? അലൂമിനിയം, കോൾ, കോപ്പർ, അയൺ. ഏതൊക്കെയാണ്? അലൂമിനിയം, കൽക്കരി, ചെമ്പ്, ഇരുമ്പ് ഇത് മുതലായവയുടെയൊക്കെ ഉപയോഗം എന്തായി? വർദ്ധിച്ചു എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ്? എന്തുകൊണ്ടാണ് ബ്രിട്ടൻ ഇതിന്റെ ലീഡ് ഏറ്റെടുത്തത്, അല്ലെങ്കിൽ ബ്രിട്ടനിൽ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ വർദ്ധിക്കുവാൻ അല്ലെങ്കിൽ ആരംഭിക്കുവാൻ സ്റ്റാർട്ട് ചെയ്യുവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ബ്രിട്ടൻ ടേക്സ് ദ ലീഡ്. എന്താണ്? ഗ്രേറ്റ് ബ്രിട്ടൻസ് അഡ്വാൻറ്റേജസ്. ഗ്രേറ്റ് ബ്രിട്ടന്റെ അഡ്വാൻറ്റേജസ് മൂലമാണ് ഈ ബ്രിട്ടൻ ഇതിൽ മുൻപന്തിയിൽ നിൽക്കുവാനുള്ള കാരണങ്ങൾ. എന്തൊക്കെയാണ്? പ്ലെന്റിഫുൾ അയൺ ആൻഡ് കോൾ. ബ്രിട്ടനിൽ എന്തായിരുന്നു? സമൃദ്ധമായിട്ടുള്ള ഇരുമ്പും കൽക്കരിയും ലഭ്യമായിരുന്നു. അതുപോലെ തന്നെ നേവിഗബിൾ റിവർ സിസ്റ്റം. എന്താണ്? സഞ്ചാരയോഗ്യമായിട്ടുള്ള ഒരു നദീ സംവിധാനം അല്ലെങ്കിൽ റിവർ സിസ്റ്റം ഉണ്ടായിരുന്നു. നേവിഗബിൾ റിവർ സിസ്റ്റം ഉണ്ടായിരുന്നു. സഞ്ചാരയോഗ്യമായിട്ടുള്ള ഒരു നദീ സംവിധാനം ഉണ്ടായിരുന്നു. ദെൻ കോളനീസ് ദാറ്റ് സപ്ലൈഡ് റോ മെറ്റീരിയൽസ് ആൻഡ് ബോട്ട് ഫിനിഷ്ഡ് ഗുഡ്സ്. നമ്മൾ കോളോണിയലൈസേഷനിൽ പഠിച്ചിരുന്നു. ബ്രിട്ടനായിരുന്നു ഏറ്റവും കൂടുതൽ കോളനികൾ
ഉണ്ടായിരുന്നത് അല്ലേ. അപ്പം ഈ ബ്രിട്ടന്റെ കോളനികൾ എന്താണ്, അവിടെ നിന്നും അവർക്ക് ഏറ്റവും കൂടുതൽ റോ മെറ്റീരിയൽസ് വാങ്ങുവാനും അവിടെ നിന്ന് റോ മെറ്റീരിയൽസ് വാങ്ങിയിട്ട് എവിടേക്കാ, നമ്മുടെ ഈ സെയിം കോളനികളിലേക്ക് തന്നെ അവരുടെ ഫിനിഷ്ഡ് ഗുഡ്സ് വിൽക്കുവാനും നമുക്ക് സാധിച്ചിരുന്നു അല്ലേ. ആർക്ക്? ബ്രിട്ടന് സാധിച്ചിരുന്നു, ബ്രിട്ടീഷ്. കാരണം ഇന്ത്യയൊക്കെ എന്തായിരുന്നു, അവരുടെ ഏറ്റവും വലിയ ഒരു കോളനി ആയിരുന്നു. ഏറ്റവും കൂടുതൽ റോ മെറ്റീരിയൽസ് എക്സ്പോർട്ട് ചെയ്തിരുന്നത് അവർ എവിടെ നിന്നാണ്? ഇന്ത്യയിൽ നിന്നായിരുന്നു. അവരുടെ ഫിനിഷ്ഡ് ഗുഡ്സ് ഒക്കെ ഇമ്പോർട്ട് ചെയ്തിരുന്നത് ഇന്ത്യയിലേക്കായിരുന്നു അല്ലേ. കോളനീസ് ദാറ്റ് സപ്ലൈഡ് റോ മെറ്റീരിയൽസ് ആൻഡ് ബോട്ട് ഫിനിഷ്ഡ് ഗുഡ്സ് എവിടേക്ക്? ബ്രിട്ടനിലേക്കായിരുന്നു അവരുടെ കോളനികളിൽ നിന്ന് റോ മെറ്റീരിയലുകൾ അവർ കളക്ട് ചെയ്യുകയും അവരുടെ ഫിനിഷ്ഡ് ഗുഡ്സ് ഈ കോളനികളിലേക്ക് വിൽക്കുകയും ചെയ്തിരുന്നു. A government that encouraged improvements in transportation and used its navy to protect British trade. എന്താണ്? ഗതാഗതത്തിൽ, അതായത് ട്രാൻസ്പോർട്ടേഷനിൽ ഇംപ്രൂവ്മെൻറ്റ്സ് പ്രോത്സാഹിപ്പിക്കുക അല്ലെങ്കിൽ അതിനെ എൻകറേജ് ചെയ്യുകയും അതിലൂടെ എന്താണ്, അവരുടെ ട്രേഡ്, ബ്രിട്ടീഷിൻ്റെ ട്രേഡ് പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യാൻ ഒരു ഗവൺമെൻറ് തയ്യാറായിരുന്നു, അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് അതിനെ സഹായിച്ചിരുന്നു, അല്ലെങ്കിൽ അതിന് തയ്യാറായിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് പറയുന്നത് ഡെവലപ്മെൻറ്റ്സ് ഓഫ് ദ ഡൊമസ്റ്റിക് സിസ്റ്റം ഓഫ് പ്രൊഡക്ഷൻ. ഡെവലപ്മെൻറ്റ്സ് ഓഫ് ദ ഡൊമസ്റ്റിക് സിസ്റ്റം ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ആഭ്യന്തര ഉൽപാദന വ്യവസ്ഥയുടെ വികസനം ഉണ്ടായിരുന്നു. ആഭ്യന്തര ഉൽപാദന വ്യവസ്ഥയുടെ വികസനം ഉണ്ടായിരുന്നു. ഏത് കാലഘട്ടത്തിലാണ്? ഡൊമസ്റ്റിക് സിസ്റ്റം ഡെവലപ്ഡ് ഇൻ ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിൽ എന്താണ്? ആഭ്യന്തര സമ്പ്രദായം വർദ്ധിച്ചു അല്ലെങ്കിൽ വികസിച്ചു. 1600s late 800s 1600കളുടെ അവസാനവും 1800കളുടെ അവസാനം, ഈ ഒരു കാലഘട്ടത്തിൽ എന്താണ്, ഇംഗ്ലണ്ടിൽ ആഭ്യന്തര സമ്പ്രദായങ്ങൾ വർദ്ധിച്ചു എന്നാണ് പറയുന്നത്. ദെൻ ഡൊമസ്റ്റിക് സിസ്റ്റം കുഡ് നോട്ട് കീപ്പ് അപ്പ് വിത്ത് ഡിമാൻഡ്. എന്താണ്? ഈ ഡൊമസ്റ്റിക് സിസ്റ്റത്തിന് എന്താണ്, ആവശ്യത്തിനനുസരിച്ച്, അവരുടെ ആവശ്യത്തിനനുസരിച്ച് പിടിച്ചു നിൽക്കുവാൻ കഴിയുന്നില്ലായിരുന്നു. എന്താണ്? ഡൊമസ്റ്റിക് സിസ്റ്റത്തിന് ആവശ്യമുള്ള സാധനങ്ങൾ ലഭ്യമല്ലായിരുന്നു. അവരുടെ ഡിമാൻഡിനനുസരിച്ചുള്ള പ്രൊഡക്ഷൻ അവിടെ ലഭ്യമല്ലായിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ബ്രിട്ടനിൽ ഈ പറയുന്ന ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള റീസൺസ് ആണ് പറയുന്നത്. അവിടെ എന്താണ്? ട്രാൻസ്പോർട്ടേഷൻ ഇംപ്രൂവ്ഡ്. അവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ഇംപ്രൂവ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഗതാഗത മാർഗങ്ങൾ മെച്ചപ്പെട്ടു. അതിലെന്തൊക്കെയാണ്? ഷിപ്പുകൾ, കപ്പലുകൾ നിർമ്മിക്കുകയുണ്ടായി. അതുപോലെ തന്നെ അതിൽ തന്നെ വുഡൻ ഷിപ്സ് ഉണ്ട്, തടിക്കപ്പലുകളുണ്ട്. ദെൻ അയൺ ഷിപ്സ് ഉണ്ട്, എന്താണ്, ഇരുമ്പ് കപ്പലുകളുണ്ട്. ദെൻ സ്റ്റീൽ ഷിപ്സ്, സ്റ്റീൽ കപ്പലുകൾ എന്നിവയൊക്കെ അവർ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി ഉപയോഗിച്ചിരുന്നു. ദെൻ വിൻഡ് പവേർഡ് സെയിൽസ്, എന്താണ്, കാറ്റിൽ പ്രവർത്തിപ്പിക്കുന്ന സെയിലുകൾ ഉണ്ടായിരുന്നു. സ്റ്റീം പവേർഡ് ബോയിലേഴ്സ് ഉണ്ട്, സ്റ്റീം പവേർഡ് ബോയിലറുകൾ ഉണ്ടായിരുന്നു. എന്താണ്, ബോയിലറുകൾ, ആവിയിൽ പ്രവർത്തിപ്പിക്കുന്ന ബോയിലറുകൾ ഉണ്ടായിരുന്നു. ദെൻ ട്രെയിനുകൾ, ഓട്ടോമൊബൈൽസ്, ഇതൊക്കെ എന്താണ്, ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ഇംപ്രൂവ് ചെയ്യുവാൻ ബ്രിട്ടനെ സഹായിച്ചു. ദെൻ കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ്ഡ്, കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ് ഇംപ്രൂവ് ചെയ്തു. ടെലഗ്രാം, ടെലിഫോൺ, റേഡിയോ. നമുക്കറിയാം ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവർ സ്ഥാപിച്ച സമയത്ത് അവരെന്താണ്, അവരുടെ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു? ഇന്ത്യയിൽ ഒരുപാട് റെയിൽവേ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ് ഒക്കെ അവർ വർദ്ധിപ്പിക്കുകയുണ്ടായിട്ടുണ്ട് അല്ലേ. ട്രെയിനുകൾ, ഓട്ടോമൊബൈൽ സർവീസുകളൊക്കെ ഇന്ത്യയിൽ എന്താണ്, ഈസ്റ്റ് ഇന്ത്യ കമ്പനി കൊണ്ടുവന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? അവർക്കുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ്, അവർക്ക് ഉൾനാടുകളിലേക്ക് അവരുടെ അസംസ്കൃത വസ്തുക്കൾക്ക് വേണ്ടിയിട്ടുള്ള യാത്ര തുടരുവാനും അവിടെ നിന്ന് അസംസ്കൃത വസ്തുക്കൾ അല്ലെങ്കിൽ എന്താണ് ഈ പറയുന്ന റോ മെറ്റീരിയൽസ് അവിടെ നിന്ന് കയറ്റുമതി ചെയ്ത് കൊണ്ടുപോകാനുള്ള ഫെസിലിറ്റീസിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു? നമ്മുടെ ട്രെയിൻ സർവീസുകൾ അല്ലെങ്കിൽ റെയിൽവേ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ദെൻ ടെലഗ്രാഫ്, ടെലിഫോൺ, റേഡിയോ, ഇതൊക്കെ ബ്രിട്ടീഷുകാർ നമ്മുടെ രാജ്യത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്ത സൗകര്യങ്ങളാണ് അല്ലേ. ഇനി നമുക്ക് പഠിക്കുവാനുള്ളത് എന്താണ്? ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്തായിരുന്നു? പശ്ചാത്തലം, വ്യാവസായിക വിപ്ലവത്തിന്റെ പശ്ചാത്തലം എന്തായിരുന്നു? സയന്റിഫിക് റെവല്യൂഷൻ നടന്നു, സയന്റിഫിക് ആയിട്ടുള്ള ഇൻവെൻഷൻസ് നടന്നു. ഇന്റലക്ച്വൽ റെവല്യൂഷൻസ്, എന്താണ്, ഭൗതികപരമായിട്ടുള്ള റെവല്യൂഷൻ അല്ലെങ്കിൽ വിപ്ലവം എന്ന് പറയും. എന്താണ്, എൻകറേജ്ഡ് ലേണിംഗ് ആൻഡ് ദ സെർച്ച് ഫോർ ബെറ്റർ ആൻഡ് ന്യൂവർ വേസ് ഓഫ് ഡൂയിങ് തിങ്സ്. എന്താണ്,
കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മികച്ചതും പുതിയതുമായിട്ടുള്ള വഴികൾക്കായുള്ള അന്വേഷണവും പഠനവും പ്രോത്സാഹിപ്പിച്ചു. ആ ഒരു കാലഘട്ടത്തിൽ എന്താണ് സയന്റിഫിക് ഇന്നോവേഷൻസും ഇന്റലക്ച്വൽ റെവല്യൂഷൻസും ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. എന്തിനാ? പുതിയതായിട്ടുള്ള ലേണിംഗ് ഫെസിലിറ്റീസ് കൂട്ടുവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പുതിയ ബെറ്റർ ആയിട്ടുള്ള ന്യൂവർ വേസ് കണ്ടുപിടിക്കുന്നതിന്, പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സെർച്ചിനെ എന്ത് ചെയ്തു? പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. ദെൻ അഗ്രികൾച്ചറൽ റെവല്യൂഷൻ, കാർഷിക വിപ്ലവം ഉണ്ടായി. ലാൻഡ് ഓണേഴ്സ് എക്സ്പെരിമെന്റഡ് ഇൻ ദെയർ എൻക്ലോഷർ. എന്താണ്? നമ്മുടെ ഭൂവുടമകൾ എന്ത് ചെയ്തു? അവരുടെ ചുറ്റുപാടുകളിൽ പരീക്ഷണങ്ങൾ നടത്തുവാൻ തുടങ്ങി. സീഡ് ഡ്രില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്തു. വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഡ്രില്ല്, അല്ലെങ്കിൽ വിത്തുകൾ വിതയ്ക്കുന്ന ഡ്രില്ല് ഉണ്ടാക്കി. ക്രോപ്പ് റൊട്ടേഷൻ, എന്താണ്? വിളഭ്രമണം അല്ലെങ്കിൽ നമ്മളെന്ത് പറയും? മൾട്ടി ക്രോപ്പ് കൾട്ടിവേഷൻ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ക്രോപ്പ് റൊട്ടേറ്റിംഗ്. ദെൻ ലൈഫ് സ്റ്റോക്ക് ബ്രീഡിങ്, എന്താണ്? കന്നുകാലി വളർത്തലുകളൊക്കെ ആരംഭിച്ചു. ഇതാണ് എന്ത്? ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദി ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എന്ന് പറയുന്നത്. ഇൻഡസ്ട്രിയൽ റെവല്യൂഷന്റെ ബാക്ക്ഗ്രൗണ്ട് ആണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഇനി നമ്മൾ നോക്കുന്നത് എന്താണ്? ഫാക്ടറി സിസ്റ്റം. ഫാക്ടറി സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മളറിയാം കുടിൽ വ്യവസായങ്ങൾ അല്ലേ? ഇൻഡസ്ട്രിയൽ സിസ്റ്റം, അല്ലെങ്കിൽ എന്താ പറയുക, ഫാക്ടറി സിസ്റ്റം ഡെവലപ്പ് ചെയ്തത് എങ്ങനെയായിരുന്നു? ഡെവലപ്ഡ് ടു റീപ്ലേസ് ദ ഡൊമസ്റ്റിക് സിസ്റ്റം ഓഫ് പ്രൊഡക്ഷൻ. എന്താണ് ഫാക്ടറി സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? ആഭ്യന്തര ഉൽപാദനത്തിന് അല്ലെങ്കിൽ ഡൊമസ്റ്റിക് സിസ്റ്റത്തിന് എതിരായിട്ട് അതിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി ഡെവലപ്പ് ചെയ്തെടുത്തുള്ളതാണ് എന്തെന്ന് പറയുന്നത്? ഫാക്ടറി സിസ്റ്റം എന്ന് പറയുന്നത്. എന്താണ്? അതിലൂടെ എന്താണ് എയിം ചെയ്തത്? ഫാസ്റ്റർ മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ. പ്രൊഡക്ഷനിൽ എന്താണ്? കൂടുതൽ വേഗത, ഫാസ്റ്റർ മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ, വേഗത്തിലുള്ള ഉൽപാദന രീതി എന്നാണ് മലയാളത്തിൽ പറയുക. തേർഡ് പോയിന്റ് എന്താണ്? വർക്കേഴ്സ് കോൺസെൻട്രേറ്റഡ് ഇൻ എ സെറ്റ് ലൊക്കേഷൻ. എന്താണ്? തൊഴിലാളികൾ ഒരു നിശ്ചിത സ്ഥലത്തെ കേന്ദ്രീകരിച്ചിരുന്ന് വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. അവർക്ക് എന്താണ്? വേറെ ഒരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. എന്താണ്? വർക്കേഴ്സിനെ ഒരു കോൺസെൻട്രേറ്റഡ് ലൊക്കേഷനിൽ തന്നെ സെറ്റ് ചെയ്തു. പ്രൊഡക്ഷൻ ആൻറ്റിസിപ്പേറ്റഡ് ഡിമാൻഡ്. എന്താണ്? ഉൽപാദനം പ്രതീക്ഷിച്ച ഡിമാൻഡ് കൊണ്ടുവരുവാൻ സാധിച്ചു. പ്രൊഡക്ഷൻ ആൻറ്റിസിപ്പേറ്റഡ് ഡിമാൻഡ്. ഓക്കെ, അതിനൊരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ്? അണ്ടർ ദ ഡൊമസ്റ്റിക് സിസ്റ്റം എ വുമൺ മൈഡ് സെലക്ട് ഫാബ്രിക് ആൻഡ് ഹാവ് എ ബിസിനസ് പേഴ്സൺ ഗീവ് ഇറ്റ് ടു എ home-based worker to make into a dress. Under the factory system, the factory owner bought large loads of popular fabrics and had workers create multiple dresses in common sizes, anticipating that women would buy them. എന്താണ്? ഡൊമസ്റ്റിക് സിസ്റ്റത്തിൽ എന്താ പറയുന്നത്? ആഭ്യന്തര സമ്പ്രദായത്തിൽ പറയുന്നത് എന്താണ്? ഒരു ലേഡി അവർക്ക് ഡ്രസ്സ് തയ്ച്ചെടുക്കുന്നതിന് ഈ ഡൊമസ്റ്റിക് സിസ്റ്റത്തിൽ എന്താണ്? ഈ വുമൺ എന്ത് ചെയ്യുന്നു? ഫാബ്രിക് വാങ്ങുവാൻ വേണ്ടിയിട്ട് കടയിൽ പോകുന്നു. അവിടെ പോയി ഫാബ്രിക് വാങ്ങി കൊണ്ടുവന്ന് ഹോം ബേസ്ഡ് വർക്കർ അല്ലെങ്കിൽ തയ്യൽക്കാരന് കൊണ്ടുപോയി കൊടുത്തിട്ട് ആളുടെ സൈസിനനുസരിച്ചുള്ള ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുവാൻ ഏൽപ്പിക്കുന്നു. ഇതേ സമയം ഒരു ഫാക്ടറി സിസ്റ്റത്തിൽ എന്താണ്? നമുക്കറിയാം അല്ലേ, പണ്ട് കാലങ്ങളിൽ എന്താണ്? ഡ്രസ്സൊക്കെ മെറ്റീരിയൽ വാങ്ങിയിട്ട് നമ്മൾ തയ്പ്പിക്കുകയായിരുന്നു. ഇപ്പോഴും അതെ ഏറെക്കുറെ തയ്പ്പിക്കുന്നവരുണ്ട്, അങ്ങനെയല്ല. പക്ഷേ ഇപ്പോൾ കൂടുതൽ എന്താണ്? ഫാക്ടറി ഓണേഴ്സ് എന്ത് ചെയ്യുന്നു? ബൾക്കായിട്ട് പോപ്പുലർ ആയിട്ടുള്ള ഫാബ്രിക്കുകൾ വലിയ ലാർജ് ക്വാണ്ടിറ്റിയിൽ വാങ്ങുകയും അത് പല തരത്തിലുള്ള ഡ്രസ്സസ് ആക്കി, കോമൺ സൈസുകൾ എക്സല്, ലാർജ്, സ്മോള്, എക്സ്ട്രാ സ്മോള്, XXL, XXL എന്ന് പറഞ്ഞാൽ പല സൈസുകളിലേക്ക് എന്ത് ചെയ്യുന്നു? ഇവർ മൾട്ടിപ്പിൾ ഡ്രസ്സസ്, പല തരത്തിലുള്ള ഡ്രസ്സസ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു. അവരുടെ ഫാക്ടറി ഔട്ട്ലെറ്റിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് പുറത്തു വരുന്നു. എങ്ങനെയാണ്? സ്ത്രീകൾ ഇത് വാങ്ങുമെന്നുള്ള പ്രതീക്ഷയിൽ, അല്ലെങ്കിൽ ആൾക്കാർ ഇത് വാങ്ങുമെന്നുള്ള പ്രതീക്ഷയിൽ. ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി അല്ലേ? അപ്പം തൊട്ടു മുമ്പ് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി തുടങ്ങുന്നതിന് മുമ്പ് എന്തായിരുന്നു? തയ്യൽക്കാരുടെ അടുത്ത് പോയിട്ട് നമ്മൾ അളവെടുത്ത് നമ്മൾ തുണി വാങ്ങി കൊണ്ടുപോയി കൊടുത്ത് അവിടെ നിന്ന് തയ്പ്പിക്കുമായിരുന്നു. ഇപ്പം അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. ടെക്സ്റ്റൈൽസിൽ പോയിട്ട് നമുക്ക് നമ്മുടെ പാകത്തിനുള്ള ഡ്രസ്സ് വാങ്ങിയെടുക്കാം. ഇതാണ് ഫാക്ടറി സിസ്റ്റം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഡൊമസ്റ്റിക് സിസ്റ്റത്തിൻ്റെയും ഫാക്ടറി സിസ്റ്റത്തിൻ്റെയും എന്താ പറയുക, പല ടേംസിൽ അവയുടെ വ്യത്യാസങ്ങളാണ് പറയുന്നത്. അപ്പം നമ്മളിവിടെ ഇൻഡസ്ട്രിയലൈസേഷൻ വന്നതിൽ എന്തൊക്കെ മാറ്റങ്ങളാണ്, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയലൈസേഷൻ പഴമയിൽ നിന്ന് എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവന്നു എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് വരച്ച് എഴുതി വെച്ചാൽ മതി. നമുക്ക്
മാർക്ക് കിട്ടും. ഓക്കെ, ഡൊമസ്റ്റിക് സിസ്റ്റത്തിൽ ഇതിലെ മെത്തേഡ്സ് ആണ് പറയുന്നത്. ഹാൻഡ് ടൂൾസ് ആയിരുന്നു ഡൊമസ്റ്റിക് സിസ്റ്റത്തിൽ യൂസ് ചെയ്തിരുന്നത്. ഫാക്ടറി സിസ്റ്റത്തിലേക്ക് വന്നപ്പോൾ എന്തായി? മെഷീൻസ് ആയി. മെഷീൻസ് യൂസ് ചെയ്ത് പ്രൊഡക്ഷൻ നടത്തുവാൻ തുടങ്ങി. ലൊക്കേഷൻ എവിടെയായിരുന്നു? ഡൊമസ്റ്റിക് സിസ്റ്റത്തിൽ ഹോം ആയിരുന്നു, അല്ലെങ്കിൽ ഹോം മെയ്ഡ് ഗുഡ്സ് ആയിരുന്നു അതിന് നമ്മുടെ എന്താണ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ഒക്കെ കൂടുതലും വീടുകളിലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഫാക്ടറി സിസ്റ്റത്തിൽ എന്താണ്? ഫാക്ടറിയിലാണ് പ്രൊഡക്ഷൻ നടക്കുന്നത്. ഓണർഷിപ്പ് ആൻഡ് കൈൻഡ്സ് ഓഫ് ടൂൾസ് ആരുടെ ആണ് ഓണർഷിപ്പ്? ഡൊമസ്റ്റിക് സിസ്റ്റത്തിൽ സ്മോൾ ഹാൻഡ് ടൂൾസ് ഓൺഡ് ബൈ വർക്കേഴ്സ്. ചെറിയ ഹാൻഡ് ടൂൾസ് ആയിരിക്കും, അത് വർക്കറിന്റെ ഓണർഷിപ്പിലുള്ളതായിരിക്കും. ഓക്കെ, അതുപോലെ ഫാക്ടറി സിസ്റ്റത്തിൽ എന്താണ്? ലാർജ് പവർ ഡ്രിവൺ മെഷീൻസ് ഓൺഡ് ബൈ ദ ക്യാപിറ്റലിസ്റ്റ്. വലിയ തരത്തിലുള്ള പവർ ഡ്രിവൺ മെഷീൻസ് ഉണ്ട്, അത് ഓൺ ചെയ്യുന്ന ആരാണ്? ക്യാപിറ്റലിസ്റ്റ്, മുതലാളിമാരാണ് ഓൺ ചെയ്യുന്നത്. പ്രൊഡക്ഷൻ ഔട്ട്പുട്ട് എങ്ങനെയുള്ളതാണ്? പ്രൊഡക്ഷൻ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് സ്മോൾ ലെവൽ ഓഫ് പ്രൊഡക്ഷൻ ആയിരിക്കും ഈ ഡൊമസ്റ്റിക് സിസ്റ്റത്തിൽ ഉണ്ടാവുക. സോൾഡ് ഓൺലി ടു ലോക്കൽ മാർക്കറ്റ്. ചെറിയ രീതിയിലുള്ള പ്രൊഡക്ഷൻ നടത്തുന്നു, അത് ലോക്കൽ മാർക്കറ്റുകളിൽ വിൽക്കുന്നു. അതുപോലെ തന്നെ മാനുഫാക്ചേർഡ് ഓൺ എ പെർ ഓർഡർ ബേസിസ്. എന്താണ്? അത് ഉൽപാദനം നടത്തുന്നത് എങ്ങനെയാണ്? മാനുഫാക്ചർ ചെയ്യുന്നത് എങ്ങനെയാണ്? അവർ ഓർഡർ ബേസിൽ മാത്രമാണ് അവരത് മാനുഫാക്ചർ ചെയ്യുന്നത്. ഓക്കെ, ഫാക്ടറി സിസ്റ്റത്തിൽ എന്താണ്? ലാർജ് ലെവൽ ഓഫ് പ്രൊഡക്ഷൻ നടത്തുന്നുണ്ട്. ഇവിടെ ഡൊമസ്റ്റിക് സിസ്റ്റത്തിൽ സ്മോൾ ലെവൽ ഓഫ് പ്രൊഡക്ഷൻ നടത്തുന്ന സമയത്ത് ഫാക്ടറി സിസ്റ്റത്തിൽ എന്താണ്? ലാർജ് ലെവൽ ഓഫ് പ്രൊഡക്ഷൻ നടത്തുന്നു. സെയിൽ ചെയ്യുന്നത് എങ്ങനെയാണ്? സോൾഡ് ടു എ വേൾഡ് വൈഡ് മാർക്കറ്റ്. ലോക വ്യാപാര മാർക്കറ്റിലേക്ക് എന്ത് ചെയ്യുന്നു? ഈ ഫാക്ടറി ഔട്ട്പുട്ടുകൾ അവരെന്ത് ചെയ്യുന്നു? സെയിൽ ചെയ്യുന്നു. Then ഫാക്ടറി സിസ്റ്റത്തിൽ മാനുഫാക്ചേർഡ് ഇൻ ആൻറ്റിസിപ്പേഷൻ ഓഫ് ഡിമാൻഡ്സിനെ ആൻറ്റിസിപ്പേറ്റ് ചെയ്തിട്ട് അവർ സങ്കല്പിച്ചിട്ട് എന്ത് ചെയ്യുന്നു? മാനുഫാക്ചറിങ് നടത്തുന്നു. ഇവിടെ ഡൊമസ്റ്റിക് സിസ്റ്റത്തിലോ പെർ ഓർഡർ ബേസിൽ മാത്രമേ ഇവർ മാനുഫാക്ചർ ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇനി നേച്ചർ ഓഫ് വർക്ക് ഡൺ ബൈ വർക്കേഴ്സ്. വർക്കേഴ്സിന്റെ വർക്ക് എങ്ങനെയാണ് നടത്തുന്നത്? അതിന്റെ നേച്ചർ എന്താണ്? ഡൊമസ്റ്റിക് സിസ്റ്റത്തിൽ വർക്കർ മാനുഫാക്ചേർഡ് എൻറ്റയർ ഐറ്റം. ആ ഒരു ഡൊമസ്റ്റിക് സിസ്റ്റത്തിലെ ഐറ്റം ഫുള്ള് മാനുഫാക്ചർ ചെയ്തെടുക്കുന്ന, ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന ആരാണ്? വർക്കർ ഹിംസെൽഫ് ആണ്. വർക്കർ തന്നെയാണ് അത് മാനുഫാക്ചർ ചെയ്തെടുക്കുന്നത്. ഫാക്ടറി സിസ്റ്റത്തിലോ വർക്കർ ടിപ്പിക്കലി മെയ്ഡ് വൺ പാർട്ട് ഓഫ് ദ ലാർജ് ഹോൾ. എന്താണ്? ഫാക്ടറി സിസ്റ്റത്തിൽ അവിടെ വർക്കർ എന്താണ്? ഒരു വലിയ ഉൽപ്പന്നത്തിന്റെ ചെറിയ ഒരു ഭാഗം മാത്രം, ഒരു വൺ പാർട്ട് മാത്രമേ ആര് ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ ആര് പ്രവർത്തിക്കുന്നുള്ളൂ? വർക്കർ ചെയ്യുന്നുള്ളൂ. ബാക്കി എന്താണ് ചെയ്യുന്നത്? മെഷീൻ വർക്കുകളാണ് അല്ലേ. ഓക്കെ, ഹവേഴ്സ് ഓഫ് വർക്ക്. തൊഴിലിന്റെ ദൈർഘ്യം എത്രത്തോളം ഉണ്ട്? വർക്കേഴ്സ് വർക്ക്ഡ് ആസ് മച്ച് ആസ് ഹി ഓർ ഷീ വുഡ് ആൻഡ് കുഡ് അക്കോർഡിംഗ് ടു ഡിമാൻഡിനനുസരിച്ച് വർക്കേഴ്സ് ഡൊമസ്റ്റിക് സിസ്റ്റത്തിൽ എന്താണ്? അയാൾക്ക് എത്രത്തോളം കഴിയും, അതുപോലെ തന്നെ അയാൾ എത്രത്തോളം ചെയ്യണം, അതിനനുസരിച്ച് വർക്ക് ചെയ്തിരുന്നു. ഫാക്ടറി സിസ്റ്റത്തിൽ എന്താണ്? വർക്കേഴ്സ് വർക്ക് സെറ്റ് ഡെയിലി അവേഴ്സ്. ഡെയിലി സെറ്റ് ചെയ്തിട്ടുള്ള അവേഴ്സ്, അപ്പം 8 hours ആയിരിക്കാം, 12 hours ആയിരിക്കാം, അല്ലെങ്കിൽ 6 hours ആയിരിക്കാം. എത്രയാണോ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ അവേഴ്സ് മാത്രം അവർ വർക്ക് ചെയ്താൽ മതി. ദെൻ വർക്കർ ഡിപ്പെൻഡൻസ് ഓൺ എംപ്ലോയർ. വർക്കർ എംപ്ലോയറിനെ എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരുന്നത്? ഡൊമസ്റ്റിക് സിസ്റ്റത്തിൽ വർക്കർ ഹാഡ് മൾട്ടിപ്പിൾ സോഴ്സസ് ഓഫ് സബ്സ്റ്റൻസ്. അതർ എംപ്ലോയേഴ്സ് ഓൺ ഗാർഡൻ ഓർ ഫാം ആൻഡ് ഔട്ട്സൈഡ് ഫാം ലേബർ. എന്താണ്? ഡൊമസ്റ്റിക് സിസ്റ്റത്തിൽ വർക്കറിന് മൾട്ടിപ്പിൾ സോഴ്സസ് ഉണ്ടായിരുന്നു. ജീവിതോപാധിയായിട്ട് പലതരത്തിലുള്ള സോഴ്സുകൾ ഉണ്ടായിരുന്നു. പല എംപ്ലോയേഴ്സിനെ അവർ ഡിപ്പെൻഡ് ചെയ്യും, പല തൊഴിൽദാതാക്കളെ ഡിപ്പെൻഡ് ചെയ്തിരുന്നു. ഇപ്പം കർഷകരാണ് എങ്കിൽ വിളവെടുക്കുന്നിടത്ത് ഒരു മുതലാളിയുടെ കീഴിൽ മാത്രമല്ല അവർ വർക്ക് ചെയ്യുക. ഇപ്പം നിലമുഴുതാനാണെങ്കിൽ ഒരു ആളുടെ നിലമുഴുത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഒരു എംപ്ലോയറിന്റെ കീഴിലും വർക്ക് ചെയ്യും. ഓൺ ഗാർഡൻ, അതുപോലെ തന്നെ ഇവർക്ക് സ്വന്തമായിട്ട് ഗാർഡനും ഫാമും ഒക്കെ ഉണ്ടായിരുന്നു. ഔട്ട്സൈഡ് ഫാം ലേബറുമായിട്ട് ഇവർ വർക്ക് ചെയ്തിരുന്നു അല്ലേ ഡൊമസ്റ്റിക് സിസ്റ്റത്തിൽ. ഫാക്ടറി സിസ്റ്റത്തിൽ എന്താണ്? വർക്കർ റിലൈഡ് എൻറ്റയർലി ഓൺ ക്യാപിറ്റലിസ്റ്റ് ഫോർ ഹിസ് ഓർ ഹെയർ ഇൻകം. എന്താണ്? വർക്കർ അവരുടെ ഇൻകത്തിന് വേണ്ടിയിട്ട് എൻറ്റയർ ആയിട്ട് മുഴുവനായിട്ടും ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നു? നമ്മുടെ ഈ പറയുന്ന എംപ്ലോയറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അർബൻ മെയ്ഡ് പേഴ്സണൽ ഫാമിംഗ് ആൻഡ് ഗാർഡനിങ് ഈസ് നോട്ട് പ്രാക്ടിക്കൽ. ഈ നഗരങ്ങളിൽ എന്താണ് ഈ പറയുന്ന ഫാമിങ്ങും ഗാർഡനിങ്ങും ഒന്നും അത്രയ്ക്ക് പ്രാക്ടിക്കൽ ആവുന്നില്ല. ഫാക്ടറി സിസ്റ്റത്തിൽ അത് പ്രാക്ടിക്കൽ അല്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു? വർക്കർ കൂടുതലും ഡിപ്പെൻഡ് ചെയ്യുന്നത് എംപ്ലോയറിനെയാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് ഡൊമസ്റ്റിക് സിസ്റ്റത്തിൻ്റെയും ഫാക്ടറി സിസ്റ്റത്തിൻ്റെയും സാമ്യ വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത്.
ഇനി നമ്മൾ നോക്കുന്നത് വൈ ദ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ സ്റ്റാർട്ട് ഇൻ ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിൽ എന്തുകൊണ്ടാണ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്തത്, അതിൻ്റെ റീസൺ എന്താണ് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഒരു ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആണെങ്കിലും ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻ ആണെങ്കിലും ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാൻ സാധിക്കണം. ഇത് ഒരു റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്യാപിറ്റൽ ഫോർ ഇൻവെസ്റ്റിംഗ് ഇൻ ദ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ. എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഇംഗ്ലണ്ടിൽ സ്റ്റാർട്ട് ചെയ്തത് എന്നാണ് പറയുന്നത്. ഉൽപാദനോപാധികൾ നിക്ഷേപിക്കുന്നതിനുള്ള മൂലധനം എന്താണ്, ക്യാപിറ്റൽ ഫോർ ഇൻവെസ്റ്റിംഗ് ഇൻ ദ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ. പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുവാനുള്ള കഴിവ് ആർക്കുണ്ടായിരുന്നു, ഇംഗ്ലണ്ടിൽ ഉണ്ടായിരുന്നു. അവർക്ക് അതിനനുസരിച്ചുള്ള ക്യാപിറ്റൽ ഫോർമേഷൻ രീതികൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എന്താണ്, മൂലധനം ഉള്ളത് കൊണ്ട് തന്നെ അവരെന്ത് ചെയ്തു, വ്യാവസായിക വിപ്ലവം ആരംഭിക്കുവാൻ തുടങ്ങി. കോളനീസ് ആൻഡ് മാർക്കറ്റ്സ് ഫോർ മാനുഫാക്ചേർഡ് ഗുഡ്സ്. എന്താണ്, അവരുടെ മാനുഫാക്ചേർഡ് ഗുഡ്സിന് അവർക്ക് കോളനികളിലെ മാർക്കറ്റുകളും ഉണ്ടായിരുന്നു. ദെൻ അതുപോലെ തന്നെ അടുത്ത് എന്താണ്, റോ മെറ്റീരിയൽസ് ഫോർ പ്രൊഡക്ഷൻ. അവരുടെ പ്രൊഡക്ഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് എന്താണ്, ആവശ്യത്തിലധികം റോ മെറ്റീരിയൽസ് അവരുടെ കോളനികളിൽ നിന്ന് ലഭ്യമാക്കിയിരുന്നു. അവിടെ നിന്ന് കളക്ട് ചെയ്ത് കൊണ്ടുപോയിരുന്നു. ഇന്ത്യയിൽ നിന്നൊക്കെ ഒരുപാട് റോ മെറ്റീരിയൽസ്, എന്താണ്, ചണം, അതുപോലെ തന്നെ പരുത്തി, അല്ലേ, നീലം, ഇതൊക്കെ ഇന്ത്യയിൽ നിന്ന് അവർ എക്സ്പോർട്ട് ചെയ്ത് കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ സ്പൈസസ്, ഒരുപാട് സാധനങ്ങൾ ഇവിടെ നിന്ന് കയറ്റുമതി ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. ദെൻ എന്താണ്, വർക്കേഴ്സ്, അവർക്ക് ആവശ്യത്തിൽ കൂടുതൽ വർക്കേഴ്സ് അവൈലബിൾ ആയിരുന്നു. കോളനീസിലെ നേറ്റീവ്സിനെ അവരെന്തായിരുന്നു, അവരുടെ വർക്കേഴ്സ് ആക്കി മാറ്റിയിരുന്നു. അതുപോലെ തന്നെ അവർക്ക് അവരുടെ രാജ്യത്തും ആവശ്യത്തിൽ കൂടുതൽ വർക്കേഴ്സ് ഉണ്ടായിരുന്നു. ദെൻ മർച്ചന്റ് മറൈൻ അവർക്ക് ഉണ്ടായിരുന്നു. ദെൻ അടുത്തത് എന്താണ്, ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ്. അവരുടെ ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഒക്കെ എന്താണ്, ഇൻഡസ്ട്രിയൽ റെവല്യൂഷനെ ഇംഗ്ലണ്ടിൽ സ്റ്റാർട്ട് ചെയ്യുവാൻ വേണ്ടിയിട്ട് സഹായിച്ച റീസൺസ് ആണ്. ദെൻ ഇനി നമ്മൾ നോക്കുന്നത് ഈ പറയുന്ന ഇംഗ്ലണ്ടിന്റെ റിസോഴ്സസിന്റെ മീൻസ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഇംഗ്ലണ്ട്സ് റിസോഴ്സസ്. ഇംഗ്ലണ്ടിന്റെ ഈ റിസോഴ്സസിൽ ഫസ്റ്റ് റിസോഴ്സ് ആണ് എന്തെന്ന് പറയുന്നത്, ക്യാപിറ്റൽ, അല്ലേ. ഫസ്റ്റ് റിസോഴ്സ് ആണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ക്യാപിറ്റൽ എന്തൊക്കെയാണ് പറയുന്നത്, മെർച്ചൻസ് ഹാഡ് ദ ക്യാപിറ്റൽ ടു ഇൻവെസ്റ്റ് ഇൻ ദ ഫാക്ടറി സിസ്റ്റം. ഫാക്ടറി സിസ്റ്റത്തിൽ എന്താണ്, അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യുവാൻ, ആർക്ക്, ഈ വ്യാപാരികൾക്ക് അല്ലെങ്കിൽ അവിടുത്തെ മെർച്ചൻസിന് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുവാനുള്ള മൂലധനം അവരുടെ കൈവശം ഉണ്ടായിരുന്നു. മണി ടു ബൈ ബിൽഡിങ്ങുകൾ, വസ്തുക്കൾ, കെട്ടിടങ്ങളൊക്കെ വാങ്ങുവാൻ അവർക്ക് എന്തുണ്ടായിരുന്നു, ക്യാപിറ്റൽ ഉണ്ടായിരുന്നു, മൂലധനം ഉണ്ടായിരുന്നു. മെഷീനറി വാങ്ങുവാനും റോ മെറ്റീരിയൽസ് വാങ്ങുവാനും ഒക്കെ അവരുടെ കൈവശം എന്തുണ്ടായിരുന്നു, ക്യാഷ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ മൂലധനം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇറ്റ്സ് കോളനീസ് ഗേവ് ഇംഗ്ലണ്ട് ആക്സസ് ടു എനോമസ് മാർക്കറ്റ്സ് ആൻഡ് വാസ്റ്റ് എമൗണ്ട്സ് ഓഫ് റോ മെറ്റീരിയൽസ്. എന്താണ് പറയുന്നത്, ഇതിന്റെ കോളനികളിൽ നിന്ന് ഇംഗ്ലണ്ടിന് എന്താണ്, വലിയ മാർക്കറ്റുകളിലേക്ക് വലിയ അളവിലുള്ള അസംസ്കൃത വസ്തുക്കളിൽ വാങ്ങുവാനുള്ള ഒരു അനുമതി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അവർക്ക് വലിയ തോതിൽ അസംസ്കൃത വസ്തുക്കൾ വാങ്ങുവാനുള്ള സ്ഥലം അവർക്ക് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. possessed the necessary raw materials to create the means of production, coal, iron. എന്താണ് പറയുന്നത്, ഉൽപാദന മാർഗങ്ങൾ, അല്ലെങ്കിൽ കൽക്കരി, ഇരുമ്പ്, ഇതുപോലെയുള്ളവയൊക്കെ സൃഷ്ടിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കൾ അവരെന്ത് ചെയ്തു, കൈവശം വച്ചിരുന്നു, അവരുടെ കൈകളിൽ ഉണ്ടായിരുന്നു. മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ആയിട്ടുള്ള കോൾ, അയൺ എന്നിവയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനുള്ള റോ മെറ്റീരിയൽസ് അവരുടെ കൈവശം ഉണ്ടായിരുന്നു. ദെൻ ഇംഗ്ലീഷ് പീപ്പിൾ കുഡ് ഫ്രീലി ട്രാവൽ ഫ്രം ദ കൺട്രി സൈഡ് ടു ദ സിറ്റീസ്. എന്താണ്, ഇംഗ്ലീഷുകാർക്ക് അല്ലെങ്കിൽ ഈ ഇംഗ്ലണ്ടുകാർക്ക് എന്താണ്, ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്ക്, കൺട്രി സൈഡിൽ നിന്ന് അവരുടെ സിറ്റീസിലേക്ക് ട്രാവൽ ചെയ്യുവാൻ അവർക്ക് സ്വാതന്ത്ര്യമുണ്ടായിരുന്നു, സ്വതന്ത്രമായിട്ട് അവർക്ക് സഞ്ചരിക്കാമായിരുന്നു. ദെൻ എന്താണ്, വേൾഡ്സ് ലാർജസ്റ്റ് മെർച്ചന്റ് ഫ്ലീറ്റ് ആയിരുന്നു. എന്താണ്, ലോകത്തിലെ ഏറ്റവും വലിയ വ്യാപാരി കപ്പലായിരുന്നു ആരെന്ന് പറയുന്നത്, ഇംഗ്ലണ്ട് എന്ന് പറയുന്നത്. ഓക്കെ,
നെക്സ്റ്റ് എന്താണ്? ഇംഗ്ലണ്ട്സ് റിസോഴ്സസ് ആസ് ജിയോഗ്രഫി എന്ന രീതിയിൽ അവരുടെ റിസോഴ്സ് എങ്ങനെയുള്ളതായിരുന്നു എന്ന് നോക്കാം. ഇംഗ്ലണ്ടിന്റെ വിഭവങ്ങൾ ഭൂമിശാസ്ത്രപരമായിട്ട് ഇംഗ്ലണ്ട് ഈസ് ദ പൊളിറ്റിക്കൽ സെന്റർ ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ ആൻഡ് ഐസ്ലാൻഡ്. എന്താണ്? ഒരു ദ്വീപായ ബ്രിട്ടന്റെ രാഷ്ട്രീയ കേന്ദ്രമായിരുന്നു എന്ത്? ഇംഗ്ലണ്ട് എന്ന് പറയുന്നത്. ഗ്രേറ്റ് ബ്രിട്ടൻ ഒരു ദ്വീപായിരുന്നു, അതിന്റെ രാഷ്ട്രീയ കേന്ദ്രമായിരുന്നു എന്ത്, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സെന്റർ ആയിരുന്നു ഇംഗ്ലണ്ട് എന്ന് പറഞ്ഞിരുന്നത്. ദെൻ ഗ്രേറ്റ് ബ്രിട്ടൻ ഡിഡ് നോട്ട് സഫർ ഫൈറ്റിംഗ് ഓൺ ഇറ്റ്സ് ലാൻഡ് ഡ്യൂറിംഗ് ദ വാർസ് ഓഫ് ദ 18th സെഞ്ചുറി. എന്താണ്? 18ാം നൂറ്റാണ്ടിലെ യുദ്ധങ്ങളിൽ എന്താണ് ഗ്രേറ്റ് ബ്രിട്ടന് അതിന്റെ ഭൂമിയിൽ യുദ്ധം അനുഭവിക്കേണ്ടി വന്നില്ല, അല്ലെങ്കിൽ ഈ ഒരു 18th സെഞ്ചുറിയിലെ യുദ്ധത്തിൽ സഫർ ചെയ്യേണ്ടി വന്നിട്ടില്ല. ആർക്ക്? ഗ്രേറ്റ് ബ്രിട്ടന് സഫർ ചെയ്യേണ്ടി വന്നിട്ടില്ല. Then Ireland has excellent harbors and ports. എന്താണ്? ഈ ദ്വീപിന് എന്താണ് ഏറ്റവും എക്സലന്റ് ആയിട്ടുള്ള തുറമുഖങ്ങളും പോർട്ടുകളും ഹാർബേഴ്സും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ദെൻ ഡാംസ് ക്ലൈമറ്റ് ബെനിഫിറ്റഡ് ദ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി. എന്താണ്? നനഞ്ഞ കാലാവസ്ഥ അല്ലെങ്കിൽ എന്താണ് നനഞ്ഞ മണ്ണ് എന്താണ് ടെക്സ്റ്റൈൽ വ്യവസായത്തിന് ഗുണം ചെയ്തിരുന്നത്, അല്ലെങ്കിൽ നൂല് ഉണങ്ങിയിരുന്നില്ല, അവരുടെ നൂല് ഉണങ്ങിപ്പോയിക്കൊണ്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീനെ അത് എന്ത് ചെയ്തു? ബെനിഫിറ്റ് ആയി. ദെൻ എന്താണ്? ഗവൺമെന്റ് സ്റ്റേബിൾ ആയിരുന്നു. എവിടത്തെ? ഇംഗ്ലണ്ടിലെ ഗവൺമെന്റ് സ്റ്റേബിൾ ആയിരുന്നു. നോ ഇന്റേണൽ ട്രേഡ് ബാരിയേഴ്സ്. എന്താണ്? ആഭ്യന്തര വ്യാപാരത്തിൽ അവർക്ക് എന്താണ് തടസ്സങ്ങളൊന്നും നേരിടേണ്ടി വന്നിരുന്നില്ല എന്നാണ് പറയുന്നത്. ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. ഇപ്പം നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഏത് സാഹചര്യത്തിലാണ് സ്റ്റാർട്ട് ചെയ്തത്, അതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്തായിരുന്നു, എന്തുകൊണ്ടാണ് ബ്രിട്ടനിൽ സ്റ്റാർട്ട് ചെയ്തത്, എന്തൊക്കെ ഡെവലപ്മെന്റ് ആയിരുന്നു ബ്രിട്ടനിൽ ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ പഠിച്ചത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇൻഡസ്ട്രിയൽ റെവല്യൂഷനിലൂടെ വന്നിട്ടുള്ള ഇൻവെൻഷൻസ് ഏതൊക്കെയാണ്, എന്തൊക്കെയായിരുന്നു ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻസിന്റെ ഇമ്പാക്റ്റ് എന്നീ കാര്യങ്ങളൊക്കെ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കും. എല്ലാവരും വേഗം പഠിച്ചോളൂ കേട്ടോ.